മലയാളം ബിഗ് ബോസ് സീസൺ 7. ഈ ജിസയിൽ ആ വീട്ടിൽ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ജിസയിലിനെ പണി കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. അതായത് ജിസയിലിനോട് എല്ലാവരും വഴക്കിടുന്നതിൻ്റെ മെയിൻ 2 റീസണുകളായിരുന്നു. ഒന്ന് മേക്കപ്പ്, ഒന്ന് ഭക്ഷണ സാധനങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്നത്. മേക്കപ്പ് എന്തായാലും ഇനി പബ്ലിക്കായി ഉപയോഗിക്കാം. ലാലേട്ടൻ തന്നെ സൂട്ട് കേസ് തിരിച്ചു കൊടുത്തല്ലോ. പക്ഷേ കഴിഞ്ഞ ദിവസം കൂടി കാപ്പിപ്പൊടി ഒളിപ്പിച്ച് വെച്ചതിന് 2 തവണയാണ് കിച്ചണിൽ വഴക്കുണ്ടായത്. ഇന്നും അതുപോലെ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് ഫ്രൈഡേ ആയതുകൊണ്ടും ഈ വീക്ക് ഒരു വലിയ വീക്കായതുകൊണ്ടും അതുകൂടാതെ വൈൽഡ് കാർഡുകൾ വന്നതുകൊണ്ടും ഇവർക്ക് റേഷൻ തികയാതെ വന്നു. എനിക്ക് തോന്നുന്നു പഞ്ചസാരയൊക്കെ വ്യാഴാഴ്ച തീർന്നതാണ് ഇന്ന്. 2-3 ദിവസമായി എല്ലാവരും വിത്തൗട്ടാണ് കുടിക്കുന്നത്. അതായത് മധുരമില്ലാതെയാണ് ചായയും കാപ്പിയും എല്ലാം കുടിക്കുന്നത്. ആ സമയത്ത് ഇന്നലെ നമ്മുടെ അക്ബർ വന്നിരുന്നു. അക്ബർ എന്തോ ചായയോ കാപ്പിയോ എന്തോ ഇടാൻ വേണ്ടി വന്നു. അപ്പോൾ കിച്ചൺ ടീമിലാണല്ലോ നമ്മുടെ ജിസയിലൊക്കെ. അപ്പോൾ ജിസയിലിനോട് പഞ്ചസാര ചോദിക്കുന്നുണ്ട്. അതായത് പായസം ഉണ്ടാക്കാൻ വേണ്ടി ബിഗ് ബോസ് ഇവർക്ക് 2ാമത് പഞ്ചസാരയും നെയ്യും പാലും ഒക്കെ കൊടുത്തിരുന്നു. അക്ബർ ജിസയിലിനോട് പഞ്ചസാര ചോദിക്കുന്ന സമയത്ത് ജിസയിൽ മുകളിലത്തെ ഷെൽഫിലേക്ക് കൈയിടുകയാണ്. എന്നിട്ട് അവിടെ നിന്നും ഒരു പാത്രം എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ജിസയിലിനെ കൊണ്ട് സാധിക്കാഞ്ഞിട്ട് നമ്മുടെ അക്ബർ തന്നെ വന്നാണ് അത് എടുക്കുന്നത്. ഒരു പാത്രത്തിൽ പഞ്ചസാര നിറച്ച് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ അക്ബർ ചോദിക്കുന്നത്, എന്തിനാണ് ജിസയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത്? ഇവിടെ പബ്ലിക്കായി വെച്ചാൽ പോരെ, എല്ലാവർക്കും ഉപയോഗിക്കണ്ടേ എന്ന്. അപ്പോൾ ജിസയിൽ പറയുന്നത്, രേണു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വന്ന് കിച്ചണിൽ വന്ന് പഞ്ചസാര തിന്നുകയാണ്. അതുപോലെ നെവീനും പഞ്ചസാര എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചത് എന്ന്. കിച്ചൺ ടീമിനെല്ലാം അറിവുണ്ട് എന്നാണ് നമ്മുടെ ജിസയിൽ പറയുന്നത്. ഈ സമയത്ത് അതായത് അക്ബറും ജിസയിലും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശൈത്യയും അവിടെ നിൽക്കുന്നുണ്ട്. ശൈത്യയും കാണുന്നുണ്ട്. പക്ഷേ 2 ദിവസം മുമ്പ് ലൈവ് കണ്ടവർക്കറിയാം, ബിന്നി വന്ന് ശൈത്യയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ജിസയിൽ എന്തോ മുകളിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ജിസയിലെ കഴിഞ്ഞ ദിവസം രാത്രി മുകളിൽ കൈയിട്ടെന്തോ എടുക്കുന്നുണ്ടായിരുന്നു എന്ന്. അതിന് നമ്മുടെ ശൈത്യ പറഞ്ഞത്, അതവൾ കിരീടയുദ്ധം എന്ന് പറയുന്ന ടാസ്കിൽ കിട്ടിയ ആ ഒരു ക്യാപ്പ് എടുത്ത് ഒളിപ്പിക്കാൻ നോക്കിയതാ, അത് ഞങ്ങളോടും കൂടി പറഞ്ഞിട്ടാണ് എന്ന്. പക്ഷെ ബിന്നി പറഞ്ഞത് അത് ക്യാപ്പല്ല, അവൾ എന്തോ എടുക്കാനോ അതോ തിരിച്ചു വെക്കാനോ ആണ് നോക്കിയതെന്ന്. അന്ന് ശൈത്യ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല, ക്യാപ്പ് വെക്കുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു. പഞ്ചസാര ഒളിപ്പിച്ചു വെച്ച കാര്യം എന്തായാലും അന്ന് വരെ ശൈത്യക്ക് അറിയില്ല എന്നാണ് ശൈത്യ ബിന്നിയോട് പറഞ്ഞത്. അന്ന് ശൈത്യ തന്നെ ജിസേലിനോട് ചോദിക്കുന്നുണ്ട്. അന്നാണ് ജിസേൽ ശൈത്യയോട് പറയുന്നത്, ഇതുപോലെ ഷുഗർ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നമ്മുടെ രേണു ചേച്ചി വന്ന് എടുക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ. ജിസയിലെ കിച്ചൺ ടീമാണ്. ജിസയിലിന് റേഷൻ മാനേജ് ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല. കാരണം അങ്ങനെ ഒളിപ്പിച്ച് വെച്ചാൽ ജിസയിലിന് ഇഷ്ടപ്പെട്ട കുറച്ച് പേർക്കും മാത്രമാണ് ഷുഗർ ലഭിക്കുന്നത്. ബാക്കി ആർക്കും ഷുഗർ ലഭിക്കില്ല. ബാക്കി ആർക്കും ജിസയിൽ ഇങ്ങനെ എടുത്ത് ഒളിപ്പിച്ച് വെച്ച കാര്യം അറിയത്തുമില്ല. ഒന്നൽ രേണുവിനോടും നെവിനോടും വാൺ ചെയ്യണം, ഇങ്ങനെ വന്ന് എടുക്കാൻ പാടില്ല, ഷുഗർ കുറവാണ്, നമ്മൾ ആൾക്കാർ കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾ ഇനി എടുക്കരുത്, 2-3 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അവരോട് പറയണം. അതല്ലാതെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. ഇവർ ഈ എടുക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം നമ്മുടെ അനീഷ് കണ്ടിട്ടുണ്ട്. ഇനി ഇത് വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോൾ അനീഷ് ലാലേട്ടനോട് പറയുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ജിസയിലിന് പണി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.